സത്യം പറഞ്ഞാൽ ഇതുവരെ മോന്റെ കല്യാണം കഴിഞ്ഞില്ല എന്നായി. കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് പേടിയാവുക. നീ എന്തിനു പേടിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടേ? മോന്റെ കല്യാണം ശരിയാവും. നീ എത്ര ബ്രോക്കർമാർക്ക് പൈസ കൊടുത്ത് വിചാരിച്ചമ്മ നടന്നേ? അതൊക്കെ ശരി തന്നെയാണ്. കല്യാണം കഴിയാത്തമ്മന് കഴിഞ്ഞില്ലോ എന്നായി. ഇപ്പൊ നല്ലൊരു പെൺകുട്ടിയും വന്നു. പക്ഷെ അതൊന്നും അല്ല എന്റെ ടെൻഷൻ. 2 കുട്ടികൾക്ക് നല്ല ജോലി. ഇനി വന്ന പെൺകുട്ടിക്ക് നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് നീ വെറുതെ കാടുകാർ ചിന്തിക്കണ്ട. നമ്മളായിട്ട് ഒന്നിനും പോകാണ്ടിരുന്നപ്പോ അവരുടെ പാട്ടിനെ വിട്ടാക്ക്. അയ്യോ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീടല്ലേ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ? അപ്പൊ ഞാൻ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ പറയണം. ഞാൻ ഇതിന് പറയുന്നത് ഇഷ്ടപ്പെടുവോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മളെ പോലെ അച്ഛനും അമ്മയും അതിനുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട. അതിപ്പോ എനിക്ക് അറിയുന്ന കാര്യമല്ലേ, അച്ഛനും അമ്മയുള്ള വീട്ടിലെ കുട്ടിയാണ് വന്നിരിക്കണം എന്നുള്ളത്. അതല്ല സുധേട്ടൻ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ മക്കൾക്ക് ന്യൂ ജനറേഷൻ പിള്ളേരാ. അവർക്ക് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെടുവോ? എനിക്കാണെങ്കിൽ അവൾ ജോലി കഴിഞ്ഞ് വന്നാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടി ചോദിക്കേ. ഞാൻ ഇതിൽ ചോദിച്ചാൽ ഇഷ്ടപ്പെടുവോ, അതിനുള്ള മറുപടി തരുവോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടപ്പെടില്ല തോന്നുന്നു. ഒന്നിനും പോകണ്ട. നമ്മുടെ തെറ്റുണ്ടായിരുന്നു. ഞാനായിട്ടൊന്നും പറയാൻ പോകില്ല. അതല്ല സുധേട്ടാ, ഇതുവരെ മോൻ ഇവിടെ ചെലവിന് തന്നിട്ടുണ്ടായിരുന്നു പൈസ. ഇനി എങ്ങനെയാ ചോദിക്കുന്നത്? ഇപ്പൊ അവനോട് പൈസ ചോദിച്ചാൽ മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നു? കല്യാണം ചെലവിനല്ലേ നാം പറഞ്ഞിട്ടുണ്ടോ? ചെലവിന് തരില്ല എന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ തന്നാ വാങ്ങാം, അല്ലാണ്ട് ഞാൻ ചോദിച്ചു പോകില്ല എന്തായാലും. പിന്നെ ഇനി ഷോപ്പിൽ പൈസ കിട്ടുമ്പോൾ കിട്ടിയ പൈസക്ക് മുഴുവൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരണ്ട. എന്തെങ്കിലും കുറച്ച് വാങ്ങി ബാക്കി പൈസ നമ്മുടെ പേർക്ക് എന്തെങ്കിലും ബാങ്കിൽ ഇടാൻ നോക്കി. ആയിക്കോട്ടെ, കിട്ടുന്ന പൈസ നിന്നെ കൊടുത്തരാം. ഇനിയിപ്പോ കുറിയും തുടങ്ങാം. അതന്നെയാണ് ഞാനും പറയുന്നത്. ഇനിയിപ്പൊ അഥവാ അവനൊന്നും തന്നില്ലെങ്കിലും നമുക്ക് അവന്റെ മുന്നിൽ കൈനീട്ടി പോകണ്ടല്ലോ. കല്യാണം ഇപ്പത്തേ ആയിട്ടുള്ളൂ. നമുക്കാണെങ്കിൽ കുട്ടിനെ പറ്റി ഒന്നും അറിയില്ല. നീ ഓരോ ടെൻഷൻ അടിക്കണ്ട. അമ്മ ഞാൻ അടിച്ചു വാരിക്കോളാം. അമ്മ വേറെ എന്തെങ്കിലും പോയി ചെയ്തോ? അയ്യോ വേണ്ട മോളെ, ഞാൻ അടിച്ചു വരാം. അത് സാരല്ല, തന്നെ വേണ്ട. അന്ന് മോളൊരു കാര്യം ചെയ്. മേലെ തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഒന്ന് മടക്കി വെക്കോ? തുണി ഞാൻ മടക്കി വയ്ക്കാം. അയ്യോ, ഞാനാണ് തുണി മടക്കി വെക്കാനും പറഞ്ഞു. ഞാൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഞാൻ പറഞ്ഞത്. മോൻ എന്തോ പോലെ അതിന് എന്തെങ്കിലും കുറ്റം വരുമോ ദൈവം എനിക്ക്? മോളെ ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മേ? മോളത് ചെയ്യണ്ട കേട്ടോ, അമ്മ പോയി ചെയ്തോളാം. ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തിനാ വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? സന്തോഷത്തോടുകൂടി ഇരുന്നാൽ മാത്രം മതി. പണിയൊക്കെ ഞാൻ ചെയ്തോളാം. മാസം അവസാനമായില്ലേ? വീട്ടിലേക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങണ്ടേ? ആ പൈസ തന്നോ? ഇല്ല, എൻ്റെ അടുത്ത് തന്നിട്ടില്ല. എന്നപ്പോ എനിക്ക് ചോദിച്ചൂടെ? ഞാൻ ഇത്ര നേരം ചോദിച്ചില്ല. ആ കുട്ടി എവിടെയുണ്ട്? ഇനി അവൾ മറ്ററിഞ്ഞ എന്തായിരിക്കും വിചാരിക്കുക? എന്ത് വിചാരിക്കുന്ന? നമുക്ക് വീട്ടിൽ സാധനങ്ങൾ വാങ്ങണ്ടേ? എങ്ങനെ ഇപ്പൊ ഞാൻ പോയി ചോദിക്കുക? കല്യാണത്തിന് മുൻപുള്ള പോലെയാണോ? അപ്പൊ വേറൊരു കുട്ടിയും കൂടി ഉള്ളതല്ലേ. ആ കുട്ടി എന്ത് വിചാരിക്കും? അവൻ അറിഞ്ഞു തരുവാണെങ്കിൽ തരട്ടെ, അവരെന്തായാലും തരും. നീ അതും വേണ്ടിയിരുന്നോ? ഷോപ്പിൽ പോണ പഞ്ചസാര കഴിഞ്ഞു, എണ്ണ കഴിഞ്ഞു, ഞാൻ വാങ്ങിട്ട് വരില്ല. നിങ്ങളൊന്ന് ക്ഷമിക്കും. അത് വേറൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ. ഇനിയിപ്പോ എല്ലാ ചെലവിലും കാര്യങ്ങളൊക്കെ അവനാ തരുമെന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ അതും വേണ്ടിയിരുന്നോ? ഞാൻ കറണ്ട് ബില്ല് കൊടുത്തു, ഷോപ്പിൽ വാടക കൊടുത്ത്, പാലിന്റെ പൈസ കൊടുത്തു. വീട്ടിൽ പോണെങ്കിൽ 5,000 വേണം. ഇത്രയും പൈസക്ക് ഞാൻ എവിടെ പോകാനാ? നിങ്ങളിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യും. ബില്ല് എഴുതിട്ട് നമ്മുടെ കട്ടിലിന്റെ മേലെ വെച്ചിട്ടുണ്ട്. പീടി കൊണ്ടൊരു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരെ. ഇപ്പൊ പൈസയല്ലേ, ഞാൻ അവരെ കൊണ്ട് വാങ്ങിത്തരാം. ഞങ്ങൾ സാധനം വാങ്ങാം, എന്തെങ്കിലും പൈസ വാങ്ങണം കേട്ടോ. പൈസ ഇങ്ങനെ ചോദിച്ചു. ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലാലോ. നീ ഇഷ്ടപ്പെടുവോ എന്തോ. അല്ലമ്മേ, ഈ മാസം സാധനങ്ങളൊന്നും തീർന്നില്ലേ? അമ്മ സാധനം എല്ലാ മാസം പൈസ വയ്ക്കുന്നല്ലേ, എന്ത് പറ്റി? അതല്ല മോനെ, അച്ഛൻ ഇന്ന് ബില്ല് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിയിട്ട് എത്ര പൈസ എന്ന് അറിഞ്ഞ ശേഷം മോനെ കൊണ്ട് ചോദിക്കാന്ന് പറഞ്ഞിട്ടാ. ഇതെന്തമ്മേ വേറെ പുറത്തുള്ള ഒരാളോട് സംസാരിക്കുന്നല്ലോ എന്നോട് സംസാരിക്കുന്നത്? സാധാരണ അച്ഛൻ ലിസ്റ്റും കൊണ്ടുമ്പോ പൈസയും കൂടെ വേണ്ടല്ലേ പോന്നെ. ഇപ്പൊ എന്താ പ്രശ്നം? അയ്യോ, ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ മോനെ.
അച്ഛൻ പറഞ്ഞു പൈസ അച്ഛൻ്റെ അടുത്ത് ഉണ്ട് കുറച്ച്, അത് തികയില്ലെങ്കിൽ മോനെ കൊണ്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ. എന്നാ പിന്നെ അമ്മ എന്താ വെച്ചാ പറയും. ഇപ്പൊ ഞാൻ ചെന്നിട്ടേ ചിക്കൻ വാങ്ങിട്ട് വരണം. വേണ്ട മോനെ, അച്ഛൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അച്ഛൻ പീടിയിപ്പതല്ലേ, ഞാൻ വിളിച്ചു പറയാം വാങ്ങിട്ട് വരാം. മരുമോള് വന്നപ്പോഴത്തേനും അച്ഛന്റെ സമയം മാറി തോന്നില്ലമ്മേ. നല്ല പൈസ ഇറക്കണ്ടല്ലോ ദിവസം. ഷോപ്പ് നല്ല കച്ചവടം തോന്നുന്നു. അങ്ങനെയല്ലേ മോളെ, അച്ഛൻ പച്ചക്കറിയും പാലും സാധനങ്ങളൊക്കെ ദിവസം വാങ്ങിച്ചിട്ട് വരും. ചിക്കനും മീനൊക്കെ അച്ഛനാ വാങ്ങുന്നത്. പിന്നെ വല്ല മാസം അതിൽ തികയാത്ത പൈസ ഇവനെ കൂടി ഞങ്ങൾ വാങ്ങലുള്ളൂ. അല്ല ഇവിടെ എങ്ങനെയാ സാധനങ്ങൾ വാങ്ങുന്നത്? മാസം മാസാണോ? ആ മോളെ, എല്ലാ മാസം ഒന്നിച്ച് വാങ്ങിച്ചു തരിക. 6000 7000 ചിലപ്പോൾ 8000 ഒക്കെ ആകും. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അച്ഛൻ ഡെയിലി വാങ്ങിച്ചു തരും, പച്ചക്കറിയും മീനും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ. അച്ഛനാണ് ഇതൊക്കെ വാങ്ങിട്ട് വരുന്നത്? ആ, അച്ഛൻ അവൻ പൈസ തരും, പിന്നെ മീനും പച്ചക്കറിയൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരും. സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാൻ ഒരുവിധമൊക്കെ മോനാ തരുന്നത്. അച്ഛൻ്റെ കയ്യിലുണ്ടെങ്കിൽ അച്ഛൻ വാങ്ങിക്കും, ഇല്ലാത്ത സമയത്ത്. ഞാൻ ചോദിച്ചേ ഉള്ളൂ ഒന്ന് അറിയാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലമ്മേ. ആ കുട്ടിന്റെ മുൻപിൽ ചോദിക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ മാറി മാറി നിന്നത്. കറക്റ്റ് അവൻ അവളുടെ മുൻപിൽ തന്നെ വന്ന് ചോദിച്ചു. ഇനിയിപ്പോ അതെന്താണ് അവൻ വിചാരിക്കുക ദൈവമേ. വണ്ടി ഒരു ദിവസം വെള്ളം എടുക്കട്ടാ, ലിസ്റ്റ് കൊടുത്തു. അയ്യോ, നിങ്ങൾ ലിസ്റ്റ് ഇത്ര വേഗം വന്നാ? ഞാൻ നിങ്ങളെ വിളിക്കാൻ നിൽക്കുക. 2 കിലോ കോഴി വേണമായിരുന്നു. കോഴിയോ? അതിന് എന്റെ പൈസ തന്നു. ഓ, ഒന്ന് പതുക്കെ പറയേ. അവൻ പറഞ്ഞതാ അമ്മയെ കോഴി വാങ്ങിട്ട് വരട്ടെന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ ബില്ല് കൊടുക്കാൻ പോയിട്ടുണ്ട് പീടിയില്, അച്ഛനടുത്ത് 2 കിലോ വാങ്ങിട്ട് വരാൻ പറയാന്നുള്ളത്. നിങ്ങളടുത്ത് പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആ കുട്ടി അടുത്തുണ്ട്. നിങ്ങൾ എന്തായാലും 2 കിലോ കോഴി വാങ്ങിട്ട് വരും പോയിട്ട്. നിനക്കത്തന്നെ ബോധമില്ലേ? എന്റെ പൈസ തന്നെ പരസ്യം പറഞ്ഞു കോഴി കടമാകാൻ. കുട്ടികൾക്ക് നാണക്കേടല്ലേ? നേരത്തെ എന്നോട് അവൻ പീടിപ്പോ പൈസ വേണ്ട അമ്മയെ ചോദിച്ചു. കറക്റ്റ് ആ കുട്ടി മുൻപിൽ വന്നു. എന്നിട്ട് അവൾ എന്നോട് ചോദിക്കുക ഇവിടെ ആരാ സാധനങ്ങൾ വാങ്ങുന്നത്, എങ്ങനെയാ വാങ്ങുന്നത്, മാസം മാസമാണോ എന്നൊക്കെ. ഇനിയിപ്പോ ഇതും കൂടി എന്റെ മുൻപിൽ പോയിട്ട് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിലോ, അത് എങ്ങനെയായിരിക്കും എടുക്കുക? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഞാൻ എങ്ങനെ എടുക്കാനാ? അയ്യോ അല്ല മോളെ, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു. പിന്നെ സാധനത്തിന് കാര്യം ഞാൻ ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ വീട്ടിലേക്ക് എല്ലാ മാസവും ഞാനാണ് സാധനമൊക്കെ വാങ്ങിയിട്ട് പോവുക. ഞാൻ വർക്ക് ചെയ്യണ കമ്പനീൻ്റെ അടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പം അവിടെ നിന്നാണെങ്കിൽ അത്യാവശ്യം വിലക്കുറവിലും കിട്ടും. പിന്നെ അമ്മയ്ക്ക് ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിലേ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാനൊന്ന് ചോദിക്കാണ്ട് ഇങ്ങോട്ട് വന്നത്. അയ്യോ അങ്ങനൊന്നും വിചാരിക്കല്ലേ മോളെ. മോളിപ്പോൾ ഇവിടെ വന്നൊന്ന് പഴകുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് മോളൊക്കെ ഒന്ന് പഴകിയ ശേഷം അല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അമ്മ എന്താ അമ്മ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാനും ഇതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളൊരു കുടുംബം തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഒരു ഫാമിലിയിൽ എന്തൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലേ. ഇനി മുതലേ ഇവിടെ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. എനിക്കും സാലറി കിട്ടുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്തായാലും അച്ഛൻ ലിസ്റ്റ് കൊടുത്തിട്ട് വന്നില്ലേ, അതുകൊണ്ടേ പൈസനെ കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ തരാം. പിന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് രണ്ടാൾക്കും വിരോധം അല്ലെങ്കിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ വേറെ എവിടുന്നോ വന്ന ഒരു അന്യഗ്രഹ ജീവിനെ പോലെ കാണാതിരുന്നാൽ മതി. എങ്ങനെയുണ്ട്? കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാ. അയ്യോ ഞാൻ ഇതുവരെ എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, പേടിച്ചിട്ടാണ് സുധേട്ടാ ഞാൻ. ഇത്രയും നല്ലൊരു കുട്ടിയാണെന്ന് അതെന്തും മനസ്സ് തോന്നിയത് സംസാരിച്ചല്ലോ നമ്മൾ അറിയാം. നമ്മൾ അങ്ങോട്ടും പേടിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല, അത് ഇങ്ങോട്ടും പറയുന്നില്ല. ഓ എനിക്ക് എപ്പോഴും ഒരു സമാധാനമായത് മോളെ.